ജമ്മു കാശ്മീരിൻ്റെ പ്രധാന ആകർഷണ കേന്ദ്രമാണ് ഹസ്രത്ത് ബാൽ മസ്ജിദ്. നാം ഇപ്പോൾ കടന്നു പോകുന്നത് ശ്രീനഗറിലെ പ്രസിദ്ധമായ ലാൽ ചൗക്കിലൂടെയാണ്. അതെ, സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവും ഷേരി കാശ്മീർ ഷെയ്ഖ് അബ്ദുള്ളയും ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച അതേ ലാൽ ചൗക്ക്. ഷേറെ കാശ്മീർ, കാശ്മീരിൻ്റെ സിംഹം എന്നറിയപ്പെട്ടിരുന്ന ഷെയ്ഖ് അബ്ദുള്ളയുടെ നേതൃത്വത്തിൽ 10,000 അന്ന് ജവഹർലാൽ നെഹ്റുവിനെ സ്വീകരിക്കാൻ ഈ ചത്തുരത്തിൽ തടിച്ചുകൂടി. ശ്രീനഗറിലെ ദാൽ തടാകത്തിൻ്റെ ഇടതുകരയിൽ നിർമ്മിച്ച മനോഹരമായ ഇസ്ലാമിക തീർത്ഥാടന കേന്ദ്രമാണ് ഹസ്രത്ത് ബാൽ മസ്ജിദ്. ഇത് അസാറെ ഷെരീഫ് ദർഗ എന്നും അറിയപ്പെടുന്നു. ആയിരത്തി 635 പ്രവാചകൻ്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട അബ്ദുള്ള മദനി എന്ന വ്യക്തി തെക്കേ ഇന്ത്യയിലെ ഇന്നത്തെ കർണാടകയുടെ ഭാഗമായ ബീജാപ്പൂരിൽ എത്തിച്ചതാണ് മെയ്യെ മുഖദ്ദിസ് എന്ന് വിളിക്കപ്പെടുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ താടിരോമം. പിന്നീട് അദ്ദേഹത്തിൻ്റെ മകൻ സയ്യിദ് ഹമീദ് മദനി തിരുകേശത്തിൻ്റെ ഉടമസ്ഥനാവുകയും അദ്ദേഹം ബീജാപ്പൂർ മുഗൾ ചക്രവർത്തി ഔറംഗസേബ് പിടിച്ചെടുത്തപ്പോൾ തൻ്റെ സ്വത്തുപേക്ഷിച്ച് രാജ്യം വിടുകയും ചെയ്തു. പ്രവാചക തിരുകേശം സംരക്ഷിക്കാൻ പ്രയാസപ്പെട്ട സയ്യിദ് മദനി ഇത് കാശ്മീരി കച്ചവടക്കാരനായ നൂറുദ്ദീൻ ഇഷായിക്ക് നൽകുകയും 17-ാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായ ഔറംഗസേബ് ഈ തിരുകേശത്തെക്കുറിച്ച് അറിയുകയും നൂറുദ്ദീനെ തടവിലിടുകയും അജ്മീറിലെ ദർഗാ ഷെരീഫിലേക്ക് തിരുകേശം മാറ്റുകയും ചെയ്തു. 1700-ൽ ഔറംഗസേബ് ചക്രവർത്തി പ്രവാചകൻ മുഹമ്മദ് നബിയെ സ്വപ്നത്തിൽ ദർശിക്കുകയും പ്രവാചകൻ മുഹമ്മദ് നബി ഔറംഗസേബിനോട് തിരുകേശം ഉടമസ്ഥർക്ക് തന്നെ തിരിച്ചു നൽകാൻ നിർദ്ദേശിച്ചു എന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. സ്വപ്നം കണ്ട ഉടനെ ഔറംഗസേബ് ചക്രവർത്തി സമയം പാഴാക്കാതെ തിരുകേശം നൂറുദ്ദീൻ്റെ പിൻഗാമികൾക്ക് നൽകുകയും അവരത് പിന്നീട് ഇപ്പോൾ ഹസ്രത്ത് ബാൽ മസ്ജിദ് നിൽക്കുന്ന സ്ഥലത്ത് സൂക്ഷിക്കുകയും ചെയ്തു. നൂറുദ്ദീൻ്റെ മകളായ ഇനായത്ത് ബീഗമാണ് ആദ്യമായി ഹസ്രത്ത് ബാൽ മസ്ജിദ് നിർമ്മിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പിന്നീട് ഹസ്രത്ത് ബാൽ മസ്ജിദ് രാജ്യത്തെ മുസ്ലിങ്ങളുടെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായി മാറി. ഇന്ന് വിവിധ ജാതി മതങ്ങളിൽപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ ഹസ്രത്ത് ബാൽ മസ്ജിദിലേക്ക് ഓരോ വർഷവും ഒഴുകിയെത്തുന്നു. 1963 ഡിസംബർ മാസം 27-ന് ഹസ്രത്ത് ബാൽ മസ്ജിദിൽ നിന്ന് തിരുകേശം മോഷ്ടിക്കപ്പെട്ടത് കാശ്മീരിൽ വലിയ കലാപത്തിന് കാരണമായി. 50,000-ഓളം കാശ്മീരികൾ ഹസ്രത്ത് ബാൽ മസ്ജിദിലേക്ക് മാർച്ച് ചെയ്തു. സംഭവസ്ഥലത്തെത്തിയ അന്നത്തെ കാശ്മീർ മുഖ്യമന്ത്രി ഖ്വാജ ഷംസുദ്ദീൻ തിരുകേശം കണ്ടെത്തുന്നവർക്ക് 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഉന്നത ഉദ്യോഗസ്ഥരെ കാശ്മീർ താഴ്വരയിലേക്ക് അയക്കുകയും തിരുകേശം കണ്ടെത്താൻ ഊർജിത ശ്രമം നടത്തുകയും ചെയ്തു. സംഭവത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ജമ്മു കാശ്മീരിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ബംഗ്ലാദേശിലും പശ്ചിമ ബംഗാളിലുമാണ് ഇത് സംബന്ധിച്ച് കലാപം ഉണ്ടായതെന്നതാണ്. 100 കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 1964 ജനുവരി മാസം 4-ാം തീയതി തിരുകേശം കണ്ടെത്തി. പ്രമുഖ പണ്ഡിതനായ സയ്യിദ് മീരക്ഷ കഷാനി തിരുകേശം പരിശോധിച്ച് നേരത്തെ ഹസ്രത്ത് ബാലിൽ സൂക്ഷിച്ച യഥാർത്ഥ തിരുകേശമാണ് തിരികെ ലഭിച്ചതെന്ന് ഉറപ്പുവരുത്തി. തിരുകേശം കണ്ടെത്താനുള്ള അന്വേഷണത്തിന് നേതൃത്വം നൽകിയ ഭോലാനാഥ് മുള്ളിക് പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ വിവരമറിയിച്ചപ്പോൾ അദ്ദേഹം സന്തോഷത്തോടുകൂടി മറുപടി പറഞ്ഞത് താങ്കൾ ഇന്ത്യക്ക് വേണ്ടി കാശ്മീരിനെ തിരികെ പിടിച്ചു എന്നാണ്. തിരുകേശ മോഷണത്തിന് പുറകിൽ പാകിസ്ഥാൻ്റെ കൈകളുണ്ടെന്ന് പിന്നീട് CBI കണ്ടെത്തി. കാശ്മീരികളെ ഇന്ത്യക്കെതിരെ തിരിച്ചുവിടുകയായിരുന്നു പാകിസ്ഥാൻ്റെ ലക്ഷ്യം.